കണ്ണൂർ തലശ്ശേരി തലായിയിൽ CPM ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന കെ ലതീഷിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ 7 RSS പ്രവർത്തകർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ. 1,40,000 രൂപ വീതം പിഴയൊടുക്കാനും തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വിധിച്ചു. 2008 ഡിസംബർ 31-നാണ് ലതീഷിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. 1 മുതൽ 7 വരെ പ്രതികളെയാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തി കോടതി ശിക്ഷിച്ചത്. കൊലപാതക കുറ്റത്തിന് ജീവപര്യന്തം തടവും മറ്റ് വിവിധ വകുപ്പുകൾ പ്രകാരം 35 വർഷം തടവും 1,40,000 രൂപ പിഴയുമാണ് വിധിച്ചത്. തടവ് ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. RSS BJP പ്രവർത്തകരായ P. സുമിത്ത്, KK പ്രജീഷ്, B. നിതിൻ, K. സനൽ, സ്മിജോഷ്, സജീഷ്, V. ജയേഷ് എന്നിവരെയാണ് ശിക്ഷിച്ചത്. 9 മുതൽ 12 വരെ പ്രതികളെ കോടതി വെറുതെ വിട്ടു. സാക്ഷികളെ RSSുകാർ ഭീഷണിപ്പെടുത്തി മൊഴിമാറ്റിയിട്ടും പ്രതികൾക്കെതിരായ എല്ലാ കുറ്റങ്ങളും തെളിയിക്കാനായെന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ PK വർഗീസ് പറഞ്ഞു. 1 മുതൽ 7 വരെ പ്രതികളെയാണ് രാവിലെ കുറ്റക്കാരാണെന്ന് പറഞ്ഞത്. പ്രോസിക്യൂഷൻ്റെ ഏതൊക്കെ വകുപ്പുകൾ പ്രകാരം ഇവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തണമെന്ന് കോടതിയോട് ആവശ്യപ്പെട്ടോ ആ ചാർജ് ഷീറ്റ് വരെയുള്ള എല്ലാ വകുപ്പുകൾ പ്രകാരവും ഈ പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. 1 മുതൽ 7 വരെ പ്രതികളെ സെക്ഷൻ 302 വകുപ്പ് പ്രകാരം ജീവപര്യന്തം തടവും ഓരോ പ്രതിയും 50,000 രൂപ പിഴയും. പിന്നെ ഇതിനകത്ത് 7ാം സാക്ഷി മോഹൻലാലിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. മോഹൻലാൽ ഈ കേസിൽ കൂറുമാറിയെങ്കിൽ പോലും മോഹൻലാലിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കുറ്റത്തിന്, അതായത് 307 വകുപ്പ് പ്രകാരം എല്ലാ പ്രതികളെയും 10 വർഷം തടവും ഓരോ പ്രതിയും 20,000 രൂപ പിഴ കൊടുക്കാനായിട്ട് കോടതി ഉത്തരവായിട്ടുണ്ട്. ക്രൂരമായ കൊലപാതകമാണ് പ്രതികൾ നടത്തിയതെന്നും ശിക്ഷ ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും ലതേഷിന്റെ സഹോദരി സോണിയ പ്രതികരിച്ചു. എല്ലാ പ്രതികളെയും നമുക്ക് അറിയുന്നതാണ്, നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരാണ്. ഒരു നാടിനും നാട്ടുകാർക്കും വേണ്ടി ജീവിച്ചതാണ് എൻ്റെ ഏട്ടൻ. ഇന്നേ വരെ ലതേഷ് എന്ന് പറയുന്ന എൻ്റെ ഏട്ടനിക്ക് വേണ്ടിയിട്ട് ജീവിച്ചിട്ടില്ല. ഇത്രയും നല്ലൊരു മനുഷ്യനെ വെട്ടിക്കൊലപ്പെടുത്തിയിട്ട് 17 വർഷം ഞങ്ങൾക്ക് കാത്തിരിക്കേണ്ടി വന്നു വിധിക്ക് വേണ്ടിയിട്ട്. സന്തോഷമുണ്ട്, പക്ഷെ അതോടൊപ്പം സങ്കടമുണ്ട്. എല്ലാവരും അതിൽ ഉൾപ്പെട്ടില്ല. ചക്കത്തുമുക്ക് കടപ്പുറത്ത് വച്ചാണ് ബോംബെറിഞ്ഞ് ഭീതി പരത്തി ലതേഷിനെ വെട്ടിക്കൊന്നത്. മഴു, വടിവാൾ തുടങ്ങിയ ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ ലതേഷിന്റെ ശരീരത്തിൽ 25 ആഴത്തിലുള്ള മുറിവുകൾ ഏറ്റെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ലതേഷിന്റെ നേതൃത്വത്തിൽ BJP പ്രവർത്തകരെ CPIM-ലേക്ക് എത്തിച്ചതിനുള്ള പ്രതികാരമായിരുന്നു കൊലപാതകം. കൈരളി ന്യൂസ്, കണ്ണൂർ.